ക്ലാസ്സും പ്ലസ് ടു അവിടെ ആക്കി നിർത്തുവോ? എന്തേ കുട്ടികളെ നമുക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ വലുതാക്കൂലേ? അതുപോലെ നമ്മൾ അടിയിൽ വന്നവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക, അവളെ പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ പവറാവും. അല്ലാതെ അവരെങ്ങനെ പീഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചോ എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ പവർ. അവരെ പഠിപ്പിക്കണം, അവർ നല്ല ആളായിരിക്കണം. ഇന്ന് ആയിഷ മാഡവും മിനി മാഡൊക്കെ റയ്യാനത്തെ മാഡത്തെ അത്ര ഉയർത്തിയെടുത്താൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ലത്തീഫ് മാഷ ഉയർത്തിയിട എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അഷ്ഫാഖ് സാറെ ഉയർത്തിയിടുക അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ നോക്കൂ, തിരൂരെ നമ്മളെ DSCP നടത്തുന്ന അനീസ് സാർ ഇല്ലേ, അനീസ് സാറിന്റെ ഏറ്റവും കൂടുതൽ അനീസ് സാറെ എതിർത്തിരുന്ന വ്യക്തി ആരായിരുന്നു? അവരുടെ വൈഫ് രഞ്ജിത മേഡായിരുന്നു. ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്നായിരുന്നു, കിടപ്പറയിൽ മാറ്റി നിർത്തി. അനീസ് സാർ വിട്ടില്ല. അനീസ് സാർ എന്താ പഠിച്ചത്? അനീസ് സാർ കൂടുന്നത് ഭരതേട്ടനെ നോക്കിയത് അല്ലേ? ഭരതേട്ടൻ സ്വന്തം വലിയ ഓഫീസറായ 1 ലക്ഷം 2 ലക്ഷം രൂപ ഇന്ത്യയിലും കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും പോയാൽ 5 ലക്ഷം 10 ലക്ഷം വരുമാനം വാങ്ങാൻ കഴിവുള്ള സുധീഷ് മഹാറാണിനെ എന്തുകൊണ്ട് വെസ്റ്റേജിൽ പിടിച്ചു നിർത്തി? സ്വന്തം അച്ഛൻ മകനെ എന്തുകൊണ്ട് പിടിച്ചു നിർത്തി? അതായിരുന്നു അനീഷ് ചമ്പ്ര നോക്കിയത്. അതുകൊണ്ട് അനീഷ് ചമ്പ്രന്റെ ജീവിതം മാറിയില്ലേ? അന്ന് നിർത്തിപ്പോകാണ്. അതാണ് പറയുന്നത്, നമുക്ക് ഭാഗ്യം ഒരു നേരം കിട്ടും, ഒരു നേരം കിട്ടും. ആ ഭാഗ്യം നമ്മൾ പിടിച്ചു നിർത്തണം. ഭാഗ്യം നമ്മൾ പിടിച്ചു നിർത്തണം. നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണം. നമുക്ക് കിട്ടിയ അവസരം നമ്മൾ WPV വന്നു, അവസരം മുതലാക്കി. എല്ലാവരും മാറ്റം വന്നില്ലേ? മുതലാക്കണം. മുതലാക്കാത്തവർക്ക് മാറ്റം വന്നോ? അവസരം മുതലാക്കണം. അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ധനികനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു, സർ നിങ്ങൾ എങ്ങനെ ഇത്രയും വലിയ കോടീശ്വരനായി? അദ്ദേഹത്തിന്റെ ഒരു ചെക്ക് ലീഫ് എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് കൈ നീട്ടി കൊടുത്തു, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാഷ് എഴുതിയെടുത്തോളൂ, നിങ്ങൾക്കും കോടീശ്വരനാവും. അദ്ദേഹത്തിന് ഇൻസൾട്ട് ആയി തോന്നി. അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ വീണ്ടും ചോദിച്ചു, സർ ഞാൻ നിങ്ങളുടെ കാശിന് വേണ്ടി വന്നതല്ല, എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് കോടീശ്വരനായത് എന്ന് അറിയാൻ വേണ്ടി വന്നത്, അത് നിങ്ങൾ പറയണം. അദ്ദേഹം വീണ്ടും ആ ചെക്ക് കാണിച്ചു കൊടുത്തു, നിങ്ങൾക്ക് ആവശ്യമുള്ള കാശ് എഴുതിയെടുത്തോളൂ. മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം ഇൻസൾട്ട് ആയി തോന്നി. സാർ എനിക്ക് നല്ലൊരു വരുമാനമുണ്ട്, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഞാൻ നിങ്ങളുടെ കാശിന് വേണ്ടി വന്നതല്ല, നിങ്ങൾ എങ്ങനെ കോടീശ്വരനായി? അത് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. അപ്പൊ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യ, എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ അത് മുതലാക്കി. നിങ്ങൾക്ക് കോടീശ്വരനാവാനുള്ള അവസരം ഞാൻ 3 വട്ടം തന്നു, പക്ഷെ നിങ്ങൾ അത് തിരസ്കരിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും